ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ വൈജയുടെ ആഗ്രയുടെ കഥയൊക്കെ അങ്ങോട്ട് നിരത്താണ്. അപ്പം തന്നെ ശിവൻ വല്ലാതെ ടെൻഷനാവുക കേട്ടോ. അയാൾ പറയുന്നുണ്ട്, ബാലചന്ദ്ര, നമ്മൾ വന്ന വിഷയത്തിൽ നിന്നും മാറിപ്പോവാണ്. ഏയ് മാറിയിട്ടൊന്നുമില്ല ശിവേട്ടാ, അതിലേക്ക് വരുന്നതേ ഉള്ളൂ. അതിനുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പണ്ട് അബുദാബിയിലായിരുന്ന സമയത്ത് അവിടെ വെച്ച് ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടു. ആ, അവർക്ക് നമ്മൾ ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത്. അതും പോരാഞ്ഞിട്ട് അവർക്കാണെങ്കിൽ ഒരു ആ, അവരുടെ പേരാണെങ്കിൽ മെറീന ബെർണാഡ്, അങ്ങനെയാണ് അവരുടെ പേര്. ഒരു 39-40 വയസ്സിനകത്ത് തന്നെ വരും. ഞാനാണെങ്കിൽ ഒരു ചോര തിളപ്പുള്ള ഒരു പ്രായമായിരുന്നല്ലോ അന്ന്. ഇവർക്കാണെങ്കിൽ ഭർത്താവുമില്ല, മരിച്ചു, വിധവയാണ്. അങ്ങനെ ഞാനും അവരുമായിട്ട് നല്ലൊരു കൂട്ടത്തിലുമായിരുന്നു. പിന്നെ നമ്മൾ ഒരുമിച്ചായിരുന്നു ജോലിയും ചെയ്തിരുന്നത്. കുട്ടികളും ഇല്ല കേട്ടോ അവർക്ക്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഖത്തറിലേക്ക് ഒരു ജോലി ശരിയായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. നീ എന്നതാ ബാലചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല ശിവേട്ടാ, സംഗതി ഇത്രയേ ഉള്ളൂ. മെറീന ബെർണാൻ്റെ അമ്മ മരിച്ചപ്പോഴേ അവർക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോവേണ്ടി വന്നു. കൊല്ലത്താണ് അവരുടെ വീട്. ഏകദേശം ആ, എന്തോ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ഫ്ലാറ്റിലേക്ക് ചെന്നു. എൻ്റെ ചില ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു കത്ത് എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കാണുന്നത്. അത് ഞാനെടുത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് മെറീന ബെർണാഡ് അയച്ച കത്താണ്, അതെനിക്ക് വേണ്ടി വന്നതുമാണ്. അത് ഞാനെടുത്ത് പൊട്ടിച്ച് വായിച്ചു. നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ശരിക്കും അവരിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നും അതിൻ്റെ ഇപ്പോൾ ഉള്ള ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്നും ഞാൻ കാരണമാണ് അവർ പ്രഗ്നൻ്റ് ആയതെന്നും അങ്ങനെ ഒരു കാര്യമാണ് ആ ലെറ്ററിലുള്ളത് എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ പറയണം. ശിവേടൻ അങ്ങോട്ട് ചാടി എണീക്കാട്ടോ. എന്നിട്ട് പറയണം, നിനക്ക് നാണമില്ലടാ ബാലചന്ദ്ര, എന്നോട് ഇതൊക്കെ പറയാൻ നിനക്ക് നാണമില്ലല്ലേ? എൻ്റെ ശിവേട്ട ഒന്നടങ്ങ്, ഞാൻ മുഴുവനും പറഞ്ഞില്ലല്ലോ, പറയട്ടെ. ആ സമയം വൈജയന്തി ആഗ്രയിലെ സെൻറ്റ് ക്ലെയർ സ്കൂളിൽ ജോലി ചെയ്യാണ് അല്ലേ? അത് കേട്ടത് വീണ്ടും ശിവേട്ടൻ അങ്ങ് വല്ലാതെ ആയിപ്പോയിട്ടോ. ആണോ ശിവേട്ട? അല്ലേ, ആഗ്രയിൽ ജോലി ചെയ്യല്ലേ? ഗംഗേട്ടൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആർമി ഹെഡ് ക്വാർട്ടറിലേക്ക് പോയി. ആ സമയത്തും വൈജയന്തിക്ക് അവിടെ ഒരു ജോലി വാങ്ങിക്കൊടുത്തില്ലേ ആ സ്കൂളിൽ? അയാളുടെ പേരെന്താ ശിവേട്ട എന്ന് ചോദിക്കുകയാണ്. പക്ഷേ അയാൾക്ക് ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. വന്ന് നിൽക്കുന്നവർക്കൊന്നും കാര്യങ്ങൾ അറിയില്ലല്ലോ. അവരിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ശിവൻ ഉടനെ പറയാണ്, ബാലേന്ദ്ര, നീ നിൻ്റെ കഥ പറ. എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്? മറ്റേ കുട്ടി ഗർഭിണിയായി, അത് നിൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞു. അത് പറ നീ. ആ, അത് ശരിയാ. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അത്രയും ഗവനിച്ചില്ല. അവരാണെങ്കിൽ തിരിച്ച് അബുദാബിയിലേക്ക് വന്നതുമില്ല. ഞാനാണെങ്കിൽ അതുപോലെ കൊല്ലത്തേക്ക് പോയിട്ടില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. കേരളത്തിൽ ഒരുപാട് റോഡുകൾ വന്നു, പാലങ്ങൾ വന്നു. ഞാൻ വൈജി കല്യാണവും കഴിച്ചു, 3 മക്കളും ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഏകദേശം 6 മാസം മുമ്പ് ഞാനൊരു വാർത്ത അറിയുന്നു. അതെന്താണെന്ന് വെച്ചാൽ മെറീന ബെർണാഡ് മരിച്ചു. അവൾ 23 വർഷങ്ങൾക്ക് മുമ്പ് പ്രസവിച്ച ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും ഉണ്ട്. സ്നേഹനികേതനം എന്നൊരു ഓർഫണേജിലാണ്. അത് പറയുമ്പോൾ തന്നെ ഇവരെല്ലാവരും കൂടെ അങ്ങ് ചാടി എണീക്കാൻ കേട്ടോ. അപ്പോൾ അലീന അവിടുന്ന് വന്നതാണെന്നുള്ളത് ശിവന് നന്നായിട്ട് അറിയാലോ. അപ്പോൾ ഇത് അയാളുടെ മകളാണ് എന്നുള്ളത് ഇപ്പോൾ തെളിവായിട്ടുണ്ട്, ബാലചന്ദ്രൻ്റെ ഒറിജിനൽ മകളാണെന്ന്. അങ്ങനെ ഇനിയിപ്പം പറഞ്ഞിട്ട് എന്തോ കാര്യം? ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ബാലചന്ദ്രന് ഒരു ഫോൺ വരുന്നത്. ബാലചന്ദ്രൻ ആ ഫോൺ എടുത്തിട്ട് ഇവരോട് പറയുന്നുണ്ട്, 1 മിനിറ്റ് നിങ്ങളിരിക്കുക, ഞാനൊന്ന് പറയട്ടെ, ഫോണിൽ സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് പോവുക. ഈ സമയത്ത് വന്ന് നിൽക്കുന്ന സുഭാഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ അലീന ബാലചന്ദ്രൻ്റെ മകളാണെന്നാണല്ലേ പറയുന്നത്? ആ, ലക്ഷണം കണ്ടിട്ട് അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോഴുണ്ട് ആ സുനന്ദയുടെ ഭർത്താവുണ്ടല്ലോ അവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അയാൾ പറയുന്നുണ്ട്, അങ്ങനെ വരാനൊന്നും വഴിയില്ല. ഞാൻ സുനന്ദയെ കല്യാണം കഴിക്കുമ്പോൾ ബാലചന്ദ്രൻ അബുദാബിയിലായിരുന്നു. അന്നൊന്നും ഇങ്ങനൊരു കഥ ഞാൻ കേട്ടിട്ടേ ഇല്ല. അവൻ ഖത്തറിൽ പോയതിനു ശേഷം സുലോചനും ഗോവർദ്ധനും തമ്മിലുള്ള കല്യാണം, അതായത് 2 പെങ്ങന്മാരുണ്ട് നമ്മുടെ ബാലചന്ദ്രന്. ആ 2 പേരെയും കെട്ടിച്ചു കൊടുത്തത് ഈ ബാലചന്ദ്രൻ തന്നെയാണ്. അപ്പോൾ ആ കാലത്ത് അവന് നല്ല അച്ചടക്കത്തിൽ ജോലി ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അല്ലാതെ കണ്ടവളുമാരുമായിട്ട് മതിക്കൊന്നും അല്ലായിരുന്നു അവൻ. ആ, അവനിങ്ങോട്ട് വരട്ടെ, ചോദിക്കാം. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ഈ ഫോണും കൊണ്ട് പുറത്തോട്ട് വരുവാണല്ലോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, മനുവായിരുന്നു കോള്. അപ്പോൾ മനു ഫോണിൽ സംസാരിക്കാൻ കേട്ടോ. മനു അല്ലേ വിളിച്ചത്. അപ്പോൾ പറയുന്നുണ്ട്, നമ്മളിവിടെ വലിയ ഡിസ്കഷനില്ല, ഒന്നും അങ്ങോട്ട് തീർന്നില്ല മനു എന്ന് പറയാം. എന്താണ് കാര്യം? എന്താണെന്ന് ചോദിക്കുകയാണ്. അയ്യോ മനു,
ഞാൻ നല്ല രസത്തിലൊരു കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നീ അതങ്ങോട്ട് മുറിച്ചു. എന്താ അങ്ങളെ ആ കഥ? അലീനയുടെ കഥ, എൻ്റെ കഥ എന്നിങ്ങനെ മനുവിനോട് പറയാൻ കേട്ടോ. അപ്പോൾ വീണ്ടും മനു ചോദിക്കുന്നുണ്ട്, അലീനയുടെ കഥ അങ്കിളിന് അറിയാവോ? ആ, അറിയാം, അറിയാവുന്നിടത്തോളം അറിയാം. അങ്കിൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അലീനെ അവിടുന്ന് പറഞ്ഞേക്കാതെ ആൻറ്റി സമ്മതിക്കത്തില്ല, അത് ഉറപ്പാ. എൻ്റെ അച്ഛനും കൊച്ചച്ഛനും സകല ബന്ധുക്കളും പറഞ്ഞാലും ശരി, അലീന ഇവിടുന്ന് പോവില്ല, അതെൻ്റെ ഉറപ്പാണ്. ഓ, അപ്പം നിങ്ങൾ രണ്ട് കൂട്ടരും കുടം കമഴ്ത്തി വെച്ച് വെറുതെ വെള്ളം ഒഴിച്ചുകൊണ്ട് നടക്കാം, ഒരു കുന്തവും നടക്കില്ല. അതല്ലട മോനെ ഞാൻ ആദ്യം പറഞ്ഞത് നിന്നോട്. പിന്നെ എന്തിനാ ഇങ്ങനെ ഒത്തുതീർപ്പും അനുരഞ്ജനമൊക്കെ? വല്ല വീട്ടിലും പോയിരിക്കാതെ തിരിച്ചു വാ അങ്കിളെ എന്ന് മനു ചോദിക്കാം കേട്ടോ. ആ, നീ ഇപ്പം എവിടെയാ? ഞാൻ കൊല്ലപ്പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. ആ, എന്നാൽ ശരി. ആ, പിന്നെ അങ്കിൾ എപ്പോഴാണ് വരുന്നത്? എടാ, എനിക്കിവിടെ ചെറിയൊരു ബോംബ് പൊട്ടിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. അതെന്ത് ബോംബാ അങ്കിളെ? ആ, അതൊക്കെ ഞാൻ വന്നിട്ട് പറയാടാ എന്ന് പറഞ്ഞു. ബാലചന്ദ്രനാണെങ്കിൽ ഫോണ് വയ്ക്കാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ സുനന്ദ വീണ്ടും ചായയോ ഒക്കെ എന്തൊക്കെയോ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. അവരെല്ലാവരും വീണ്ടും ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ആ, നമ്മളെങ്ങും എത്തിയില്ലല്ലോ ബാലചന്ദ്ര, ബാക്കി പറ. ആ, നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ശരി, അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ പറയുകയാണ്, നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഓ, ഓർമ്മ വരുന്നത്, ആ, ആഗ്രയിലെ സെൻറ്റ് ക്ലെയർ സ്കൂളിൽ ആ സ്റ്റാൻലി ജോസഫ് എന്നുള്ള ഒരാളുടെ ആ ഒരു റെക്കമെൻഡേഷനിൽ വൈജയ്ക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടി. അവിടെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അപ്പോൾ ശിവനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ വിറയലാട്ടോ. അപ്പോൾ ആ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, അതൊന്നുമല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ആ മെറീന ഫെർണാണ്ടസ് അവരുടെ കുട്ടി ഓർഫണേജിൽ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ബാലചന്ദ്രൻ അവസാനം പറഞ്ഞത്. ഓ, അതാണല്ലേ, ഞാനതങ്ങ് വിട്ടുപോയി. ഇടയ്ക്കിടയ്ക്ക് ഈ ആഗ്ര കയറി അങ്ങ് വരുന്നുണ്ട്, അതാ ആഗ്രാന്ന് കേൾക്കണമെന്ന് ശിവൻ അസ്വസ്ഥനാവുക കേട്ടോ. അങ്ങനെ ഈ വിവരം അറിഞ്ഞിട്ട് നേരെ കഴക്കൂട്ടത്ത് പോയി കേട്ടോ ഞാനന്ന്. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പോഴാണ് അവിടെ മെറീന ബെർണാഡിൻ്റെ മകൾ അവിടെ ഉണ്ട്. പിന്നെ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഓർഫണേജായിട്ട് മാറിയതാ. ബ്രിജിതാമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അതിനെ വളർത്തിയത്. ഞാൻ ബ്രിജിതാമ്മയെ കണ്ട് സംസാരിച്ചു. അപ്പോൾ അവരാണ് ആ കുട്ടിയെ വളർത്തിയത് എന്ന് ബാലചന്ദ്രൻ എല്ലാവരോടും പറയാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ സ്ത്രീയാണെങ്കിൽ ഏകദേശം മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ ആ കുട്ടിയെ അപ്പോഴും കണ്ടിട്ടില്ല. അവസാനം ബ്രിജിതാമ്മ ആ കുട്ടിയെ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഈ കുട്ടിയുടെ പേര് അലീന എന്നാണ്. എന്ന് കേൾക്കണമെന്നും അവിടെ ശിവൻ വിറയ്ക്കാൻ തുടങ്ങിയിട്ടോ. എന്നിട്ട് വീണ്ടും ബ്രിജിതാമ്മ പറഞ്ഞു, ഇത് നിങ്ങളുടെ മകളാണ്, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ DNA ടെസ്റ്റ് നടത്ത് എന്നിങ്ങനെ അവർ പറഞ്ഞു എന്ന് ബാലചന്ദ്രൻ പറയാം. ശിവൻ അവിടെ നിന്ന് ചാടി എണീറ്റ് പറയണ്ട, തനിക്കെന്താടാ വട്ടാണോ? സ്വന്തം അഭീതത്തിലുണ്ടായ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാനായിട്ട് നിനക്ക് നാണമില്ലടാ നിനക്ക്? അടങ്ങ് ശിവേട്ടാ. ഈ സമയത്ത് ആഗ്രയിൽ വൈജയന്തി സ്റ്റാൻലിയുമായിട്ട് എന്ന് പറഞ്ഞങ്ങോട്ട് വീണ്ടും തുടങ്ങും കേട്ടോ. അവർ തമ്മിൽ അടിക്കടി കണ്ടുമുട്ടുന്നു, അവർ തമ്മിൽ പ്രേമത്തിലാവുന്നു. ശരിയല്ലേ ശിവേട്ടാ എന്ന് ചോദിക്കട്ടോ. ശിവേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? തെളിവുകൾ വേണോ? എടാ, നീ നിൻ്റെ ചരിത്രമല്ലേ പറഞ്ഞു, ബാക്കി പറ, നീ മറ്റുള്ള കാര്യങ്ങൾ പറയണ്ടല്ലോ എന്ന് വീണ്ടും ശിവൻ അവിടെ അടങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ അലീന എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അനാഥയായിട്ട് വളർന്നതല്ലേ, അതിൻ്റേതായിട്ടുള്ള സങ്കടങ്ങളെല്ലാം ആ കുട്ടിക്കുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു കണ്ടിട്ട് മതിയാവുന്നില്ല, ഒരച്ഛൻ്റെ സ്നേഹം അവൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതുമാത്രമല്ല, അവളെ ഇനി ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പം ഞാൻ ബ്രിജിതാമ്മയോട് പറഞ്ഞു, ഈ നിമിഷം മുതൽ അവൾ അനാഥയല്ല. പക്ഷേ ഞാൻ എന്തു ചെയ്യും? എനിക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ? ഇല്ല. ഞാനും ബ്രിജിതാമ്മയും കൂടെ തല പുകഞ്ഞാലോചിച്ചു. അങ്ങനെ ഒരു മാർഗം കണ്ടെത്തി. അങ്ങനെയാണ് അന്ന് ബ്രിജിതാമ്മ നേരെ കുഞ്ഞിരാമനുമായിട്ട് കാണുന്നതും സംസാരിക്കുന്നതും. അതെ, വൈജയുടെ അമ്മ വയ്യാതെ എടുക്കുകയാണെന്നുള്ള കാര്യം എനിക്കറിയാമല്ലോ. അപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനെ തരാമെന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് അലീന കൊല്ലപ്പള്ളിയിലേക്ക് എത്തിയത്. അപ്പം തന്നെ ശിവൻ വീണ്ടും ചാടി എണീക്കാട്ടോ. അതിഭയങ്കരമായി ചതിയല്ലോടാ നീ ചെയ്തത്. അയ്യോ, ഇതൊക്കെ വിധിയാണ് ശിവേട്ടാ, മനഃപൂർവ്വം ചെയ്തതല്ല എന്നിങ്ങനെ വീണ്ടും പറയണ്ട. അപ്പോൾ ഒരു സുഭാഷ് ചാടി എണീറ്റ് പറയാട്ടോ, വൈജയ്ക്കാണ് ഇങ്ങനെ ഒരു മകളുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സഹിക്കുമോ എന്ന് അയാൾ ചോദിക്കുകയാണ്. എനിക്ക് സഹിക്കാനൊന്നും പറ്റത്തില്ല എന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പോൾ സുഭാഷ് വീണ്ടും പറയണുണ്ട്, ബാലചന്ദ്ര, ഇവിടെ നിങ്ങൾ പൂർണ്ണമായും തെറ്റുകാരനാണ്. നിങ്ങൾക്ക് വിവാഹബന്ധത്തിൽ ഉണ്ടായ ഒരു കുട്ടിയും നിങ്ങളുടെ ഭാര്യയും മക്കളും ഒക്കെ സന്തോഷത്തോടെ അങ്ങനെ ജീവിച്ചിരിക്കുന്ന കുടുംബത്തേക്ക് തിരിച്ച് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ കുടുംബ ബന്ധം തകർത്തിട്ടിരിക്കുകയാണ്. ഇത് നീതിയാണോ? പറ. എനിക്ക് വേറെ വഴിയില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ ചെയ്തേ പറ്റൂ. എൻ്റെ മകളെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല.
അവളാണെങ്കിൽ ഒരു അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് അറിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അച്ഛൻ്റെ സ്നേഹം ബാലേന്ദ്ര, നിന്നെക്കുറിച്ച് ഞാൻ ഇത്രയും വിചാരിച്ചില്ലടാ. നീ എൻ്റെ പെങ്ങളെ ചതിക്കായിരുന്നല്ലടാ. ഇവിടെ എവിടെയാണ് ശിവേട്ടാ ചതി? കല്യാണത്തിന് മുമ്പ് എനിക്ക് പറ്റിയൊരു അബദ്ധം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ആരറിഞ്ഞു? നീ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നടാ? ഏതെങ്കിലും ഭാര്യ സഹിക്കോ? പിന്നെ എൻ്റെ മകളെ ഞാൻ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും കൊണ്ട് കളയടാ. ദേ ശിവേട്ട, കണ്ണിച്ചോരില്ലാതെ സംസാരിക്കരുത്. എനിക്ക് കളയാൻ പറ്റില്ല. എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് അവൾ. അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞിട്ട്, വൈജ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണോടാ ഇത്? ഏതോ അലവലാതിക്ക് ഉണ്ടായത് ബ്ലഡി എന്നും പറഞ്ഞ് തുടങ്ങണം. ദേ ശിവേട്ട, സൂക്ഷിച്ച് സംസാരിക്കണം. എൻ്റെ മോളെ ആക്ഷേപിച്ച് ഒരു വാക്ക് സംസാരിക്കരുത്. ഇതൊക്കെ നിങ്ങളെ വീട്ടിലാണ്. പിന്നെ വൈജ പ്രസവിച്ചതും അലീനയും തമ്മിൽ എനിക്കെന്താണ് വിശ്വാസം? പറ. വ്യത്യാസമൊന്നുമില്ല. ആ, വൈജ നീ താലി കെട്ടി നിൻ്റെ ഭാര്യയാണ്. മറ്റേ കൊച്ച് അങ്ങനെയാണോ നിനക്ക്? ഓ, താലി കെട്ടിയെന്നല്ലേ ഉള്ളൂ, അതൊരു ചടങ്ങല്ലേ. പിന്നെ ഞാൻ പക്ഷേ അവളെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും ആദ്യമായിട്ട് സ്പർശിച്ചത് അവളെയല്ലേ. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണ് അവളാണ്. അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയാം. അതുമാത്രമല്ല, അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, ആരാധനയായിരുന്നു. അതുപോലെ ഒരു പെണ്ണും എന്നെ സ്നേഹിച്ചിട്ടില്ല. ഉടനെ സുഭാഷ് പറഞ്ഞിട്ട്, നിങ്ങളുടെ വ്യഭിചാര കഥ കേൾക്കാനൊന്നുമല്ല ഞങ്ങളിങ്ങോട്ട് വന്നിരിക്കുന്നത്. അയ്യോ, വ്യഭിചാര കഥയൊന്നുമല്ല. പിന്നെ ഇതൊക്കെ എൻ്റെ അനുഭവം പറഞ്ഞതാ. എടാ, എൻ്റെ പെങ്ങളെ ചതിച്ചിട്ട് നിൻ്റെ ഒരു അനുഭവം. ഓ, ശിവേട്ടൻ്റെ പെണ്ണുങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ? ഞാൻ താലി കെട്ടുമ്പോൾ അവൾ കന്യകയായിരുന്നോ? ദേ എൻ്റെ അടുത്ത് പോക്കർത്തന്നെ പറഞ്ഞാലുണ്ടോ? ദേ ശിവേട്ടാ, തിളയ്ക്കണ്ട, മറുപടി പറയാൻ. എൻ്റെ മകൾ പിഴച്ചിട്ടില്ല. കല്യാണം വരെയും കന്യകയായിരുന്നു എന്ന് പറയണം. അതാണ് വേണ്ടത്. പറയാൻ ഞാൻ മറുപടി പറ. എന്താ നിൻ്റെ സംശയം? പറ. എനിക്ക് പറ്റിയതുപോലുള്ള തെറ്റുകൾ എന്തെങ്കിലും വൈജയ്ക്ക് പറ്റിയിട്ടുണ്ടോ? എന്നെ ഒരു പെണ്ണ് സ്നേഹിക്കുകയും പ്രാപിക്കുകയും ചെയ്തതുപോലെ അവളുടെ ജീവിതത്തിലും പറ്റിയിട്ടുണ്ടോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. പക്ഷേ പറയുമ്പോൾ തെറ്റരുത്. പറയുമ്പോൾ തെറ്റിയാലേ പിന്നെ ഒരിക്കലും അത് തിരുത്താൻ പറ്റില്ല. പറഞ്ഞോ, സത്യം പറ ശിവേട്ടാന്ന് പറയാട്ടോ. അയാളത് ആലോചിച്ച് വല്ലാത്തൊരവസ്ഥയിൽ അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് മറ്റേ വേറൊരുത്തനുണ്ടല്ലോ കൂടെ ചെന്ന രാവുണ്ണി മാമൻ്റെ മോയ്, അയാൾ പറഞ്ഞുകൊണ്ട്, ഇപ്പം ഇതല്ലല്ലോ പ്രശ്നം, അലീനയല്ലേ പ്രശ്നമെന്ന് പറഞ്ഞ വിഷയം അങ്ങ് മാറ്റിയിട്ടോ. പിന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് അവളെ അങ്ങോട്ട് പുറത്താക്ക്. അല്ലെങ്കിൽ നിനക്കത് പറ്റിയില്ലെങ്കിൽ നീ എവിടെയെങ്കിലും കൊണ്ട് ഒരു ജോലിയെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്. അതല്ലേ വേണ്ടത്. ആ വീട്ടിൽ നിന്ന് അവളെ മാറ്റണം. സോറി, ബാലചന്ദ്രൻ്റെ മകൾ ബാലചന്ദ്രൻ്റെ വീട്ടിൽ തന്നെ ജീവിക്കും. ബാലചന്ദ്രനെ കൊന്നിട്ടല്ലാതെ ആ വീട്ടിൽ നിന്ന് മാറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ പറയാം. എന്നിട്ട് ശിവൻ അവിടെ നിൽപ്പുണ്ട്. അങ്ങോട്ട് വന്നിട്ട് പറയണ്ട, ഇതിന് അപ്പുറത്തും ഇപ്പുറത്തും വേറെ വഴികളില്ല, തീരുമാനങ്ങളില്ല, മനമാറ്റവും ഇല്ല. ഞാൻ പറഞ്ഞതിൽ യാതൊരു മാറ്റവും എന്ന് അയാളിങ്ങനെ പറയാട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ്. ശിവനാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ആഗ്രയിൽ എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ എടുത്തിട്ടിട്ടിരിക്കുമ്പോഴേ എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? അപ്പം അവസാനം ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ സ്വന്തം വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അപ്പോൾ ഭവിതയാണ് ഡോറ് തുറക്കുന്നത്. അങ്ങനെ നേരെ അകത്തേക്ക് കയറി വരും കേട്ടോ. അലീനയെ അവിടെ നിൽപ്പുണ്ട്. അലീനയെ ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്. അലീന ആകെ ടെൻഷനാണ്. അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ, അവിടെ പോയി എന്താവും സംസാരിച്ചത് എന്നൊക്കെ ചോദിക്കാനുണ്ട്. അപ്പോൾ അലീനയോട് പറയാം, മോളെ എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടൊരു ലൈം എടുക്കാവോ? നല്ല ചൂടാണ് അകത്തും പുറത്തും. അങ്ങനെ പോയ കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറയാം എന്നും പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് ജ്യൂസ് എടുക്കാൻ വേണ്ടി പോവാ കേട്ടോ. ഫ്രഷ് ലൈം എടുക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ഇയാൾ നേരെ മേളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അലീന പെട്ടെന്ന് തന്നെ ലൈമൊക്കെ എടുത്ത് നേരെ അകത്തേക്ക് വരുന്നുണ്ട്. അച്ചാന്ന് വിളിക്കുകയാണ്. വാ മോളെ, കയറി വാ, അകത്തേക്ക് വാ. അപ്പോഴാണെങ്കിൽ ഷർട്ടൊക്കെ ശരിക്കും കിടക്കുന്നില്ല, അതെല്ലാം അലീന ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? ചോദ്യം കേട്ടതൊന്നും ഞാൻ ഗൾഫിൽ നിന്ന് വരുവാണ്. അല്ല, എന്തെങ്കിലും സ്പെഷ്യൽ കാണും അച്ഛൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സ്പെഷ്യൽ ഉണ്ടടി എന്നും പറഞ്ഞ് ഒരു നാരങ്ങ വെള്ളം വാങ്ങി കുടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാനുണ്ട്, അലീനെ, നീ ഇതുവരെ എൻ്റെ ദത്തുപുത്രിയല്ലായിരുന്നോ? ഞാനതങ്ങ് മാറ്റി. ആണോ? എന്നെ താഴെ ഇട്ടോ? ഇല്ലില്ല, കുറച്ചുകൂടെ നിന്നെ മുകളിലേക്ക് ഉയർത്തി. അയ്യോ, എന്താ അച്ഛാ പറ. ഞാനാണെങ്കിൽ അച്ഛൻ പോയത് തൊട്ട് എനിക്ക് ടെൻഷനില്ല. ദത്തുപുത്രിയുടെ സ്ഥാനം അങ്ങ് മാറ്റിയിട്ട് എൻ്റെ സ്വന്തം മകളാക്കി. സ്വന്തം മകളെന്ന് പറയുമ്പോൾ? എൻ്റെ സ്വന്തം മകളെന്ന് പറഞ്ഞാൽ ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജനിച്ചൊരു കുട്ടി, അതായത് നിൻ്റെ അമ്മ ഒരു ആംഗ്ലോ ഇന്ത്യൻ, സ്വദേശം കൊല്ലത്തിനടുത്താണ്. അപ്പോൾ അമ്മ പെട്ടെന്ന് മരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ ലേഡിക്ക് പെട്ടെന്ന് ഗൾഫിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ നിന്നെ ഓർഫണേജിലാക്കി അവർ. ആ സമയത്ത് എനിക്ക് അവിടുന്ന് മാറിപ്പോവേണ്ടി വന്നു. അങ്ങനെ നമ്മൾ തമ്മിലുള്ള ബന്ധവും പറ്റൂ. പക്ഷേ പിരിയുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നില്ലേ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ ആ കാര്യം വന്നൊന്നും. അപ്പോൾ ഓർഫണിൽ ഏൽപ്പിച്ചല്ലോ കുഞ്ഞിനെ. അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത്.
ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്നും സ്നേഹനികേതത്തിലുണ്ടെന്നും അവൾ മരിക്കുന്നതിന് മുമ്പ്. പക്ഷേ വൃഷിതാമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ് ആ കുട്ടിയെ വളർത്തിയെന്നും ഒക്കെ മരിക്കുന്നതിന് മുമ്പ് അവരാണ് എന്നെ എല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ ഞാനും ബ്രിജിതാമ്മയും കൂടെ പ്ലാൻ ചെയ്താണ് നിന്നെ ഇവിടെ എത്തിച്ചത്. പോരെ? ആ, അച്ഛൻ ഈ പറഞ്ഞതൊക്കെ അവർ വിശ്വസിച്ചു അച്ഛാ. നല്ല സ്റ്റോറിയല്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചൂടെ? ഞാൻ ഗൾഫിൽ കുറേ കാലം ജോലി ചെയ്തവനാണ്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ആ, ഞാൻ വിശ്വസിച്ചാളാച്ചാ. അങ്ങനെയെങ്കിലും എനിക്ക് അച്ഛൻ്റെ മോളാവാല. ആ, ഇനി അങ്ങനെയാണ്. നീ എൻ്റെ മകൾ തന്നെയാണ്. അപ്പോൾ ഇതറിഞ്ഞിട്ട് അവരെന്ത് പറഞ്ഞച്ചാ എന്ന് അലീനെ ചോദിക്കാൻ കേട്ടോ. ആ സമയത്തും അങ്ങനെ ഇവിടെ ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ഭയങ്കര പ്രശ്നം, പൊട്ടിത്തെറി, ഇടിമുഴക്കം, കൊടുങ്കാറ്റ്. ഓ, ഞാൻ ചതിച്ചു, എൻ്റെ വൈജയെ ഞാൻ ചതിച്ചു, വഞ്ചിച്ചു. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവിഹിത വിധത്തിലായ കൊച്ചിനെ വിളിച്ചുകൊണ്ട് ഇവിടെ താമസിപ്പിക്കുന്നു. ഞാൻ മഹാവഷളൻ. അപ്പോൾ അച്ഛനൊക്കെ കേട്ട് മിണ്ടാതെ നിന്നോ അച്ഛ എന്നങ്ങനെ അലീനെ ചോദിക്കുക. ഞാൻ മിണ്ടാതെ നിൽക്കുകയാണോ? എനിക്കാണെങ്കിൽ ചിരിയാണ് വന്നത് മനസ്സിൽ. കാരണം അവരെനിക്ക് തന്ന വിശേഷങ്ങളെല്ലാം ഞാൻ അവർക്കാണ് കൊടുക്കുന്നതെന്നുള്ള അവരറിയുന്നില്ലല്ലോ. അതുകൊണ്ട് മലർന്ന് കിടന്ന് തുപ്പുന്നത് അവരാണെന്നോ അവരറിയുന്നില്ല. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ എങ്ങനെ അവിടെ രക്ഷപ്പെട്ടു? എൻ്റെ മകളെ അവിടെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് തിരിച്ചിങ്ങി വന്നു. അപ്പോൾ അവരെന്താ പറഞ്ഞു? ഓ, അവരെന്ത് പറയാൻ, ഞാൻ ഇറങ്ങി വന്നു. അച്ഛൻ അവർ ഭീഷണിപ്പെടുത്തിയോ? അതിലൊന്നും കാര്യമില്ലെന്ന പണ്ടേ അവർ ബോധ്യപ്പെടുത്തിയ. ചുരുക്കി പറഞ്ഞാൽ വഴക്ക് തീർന്നിട്ടില്ല അല്ലേ അച്ഛാ? ആ, നോക്കാം. ഇനിയിപ്പോൾ അവരെന്താ ചെയ്യാൻ നോക്കാം. വെയിറ്റ് ചെയ്യാം. മോളെ, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഞാനില്ല നിനക്ക്. ധൈര്യമായിട്ടിരിക്കുക എന്നിങ്ങനെ അലീനയോട് ബാലചന്ദ്രൻ പറയട്ടോ. അങ്ങനെ അലീനെ വീണ്ടും ഒന്ന് ചേർത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിലും ഞാനിപ്പോൾ നിന്നെ സ്വന്തം അച്ഛൻ തന്നെയല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കണേ എന്നും പറഞ്ഞ് അലീനെ ചേർത്ത് നെഞ്ചോട് വെക്കട്ടോ ബാലചന്ദ്രൻ. ഇതൊക്കെയാണ് കേട്ടോ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.